ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കുന്നുള്ളത് എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി, അച്ചാർ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ ഇന്നത്തെ റെസിപ്പി മാങ്ങ അച്ചാർ. ഈ അച്ചാർ തിന്നാളല്ലോ എൻ്റെയൊക്കെ ഇതിൻ്റെ റെസിപ്പി അവർക്ക് ഷെയർ ആക്കുമെന്ന് പറഞ്ഞുകൊണ്ടായി. അപ്പോൾ ഇന്ന് ഞാൻ ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ എങ്ങനെ ആക്കുന്നതെന്ന് കാണിക്കുന്നുള്ളത്. അപ്പോൾ ഈ അച്ചാർ ഹസ്ബൻഡിൻ്റെ ഉപ്പ ആക്കുന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഉപ്പാൻ്റെ ഈ അച്ചാർ ഈ ഫാമിലിയിൽ ഭയങ്കര ഫേമസ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പച്ച മാങ്ങ എടുത്തിട്ടുള്ളത്. ഏത് മാങ്ങ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഈ മാങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ടാക്കിയിട്ട് എടുക്കുക. ചെറിയ സൈസിൽ വേണമെങ്കിൽ ചെറിയ സൈസിൽ കട്ടാക്കി എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ കട്ടാക്കിയിട്ട് എടുക്കുക. കട്ടാക്കുന്നതിൻ്റെ മുമ്പ് തന്നെ മാങ്ങനെ കഴുകിയിട്ടായ പിന്നെ ഇതുപോലെ കട്ടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് മാങ്ങനെ കട്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ടാക്കിയിട്ട് എടുക്കണം. ഇതൊരു 1.5 കിലോ വരെ വരുന്നത്ര മാങ്ങ ഞാൻ കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താക്കൽ, നെക്സ്റ്റ് ഇങ്ങനെ ഒരു കുപ്പിയിലേക്ക് ഈ മാങ്ങ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ലെയർ ആക്കിയിട്ട് ഉപ്പും മാങ്ങായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം. അത് നല്ലൊരു കുപ്പീൻ്റെ ജാർ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതുപോലെ അറേഞ്ച് ആക്കിയ പിന്നെ ഇതിനെ നല്ല പാങ്ങൽ ക്ലോസ് ആക്കിയിട്ട് ഇതിൻ്റെ ലിഡ് നല്ല പാങ്ങൽ ക്ലോസ് ആക്കണം. എന്നിട്ട് ഇതിനെ ഒരു 4 ദിവസം വരെ ഇതുപോലെ വെക്കണം. എന്നാലേ ഇതിൻ്റെ ഉപ്പ് നല്ലോണം പിടിക്കുകയുള്ളൂ. അപ്പോൾ ഉപ്പ് നല്ലോണം പിടിക്കാനായിട്ട് ഞങ്ങൾ ഈ പ്രൊസീജിയർ ആക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആക്കിയ ശേഷം ഒരു 4 ദിവസം ഇതിനെ ക്ലോസ് ആക്കിയിട്ട് എടുത്തു വെക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു 4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വരെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം. ഇതുപോലെ കവറാക്കിയിട്ട് എടുത്തു വെക്കാം. ഇനി ഈ അച്ചാറിനുള്ള മസാല റെഡിയാക്കിയിട്ടെടുക്കുക. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് മസ്റ്റർഡ് സീഡ്സ് അല്ലെങ്കിൽ കടു എടുത്തിട്ടുണ്ട്. അപ്പോൾ കടുവിനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഇതുപോലെ ഒരു 3-4 മിനിറ്റ് ഇതുപോലെ റോസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഫ്ലെയിം മീഡിയമിൽ വെച്ചിട്ട് ഇതുപോലെ ആക്കിയിട്ടെടുത്താലായി. ഇനി ഈ കടുവിനെ ഒന്ന് ക്രഷ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പേപ്പറിൽ ഇതുപോലെ കടുവിനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു അമ്മീൻ്റെ കല്ല് യൂസ് ആക്കുക, അല്ലെങ്കിൽ മോട്ടർ പെസ്റ്റർ ഉണ്ടല്ലോ അത് യൂസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ആക്കിയാലായി. മിക്സിൻ്റെ ജാറിൽ ഇതുപോലെ ആക്കിയാൽ എന്തായാലും ആവില്ല. എന്നിട്ട് ഇതിൻ്റെ തൊലി ഒഴിവാക്കണം. അതുപോലെ വീഡിയോ ഞാൻ എടുക്കുമ്പോൾ ഫുള്ള് റെഡി ആയിട്ട് എടുക്കുന്നുള്ളതല്ല, ഉപ്പ ഡയറക്റ്റായിട്ട് ആക്കുമ്പോൾ ഞാൻ ഷൂട്ടാക്കുന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് റെഡിയാക്കിയിട്ട് ഉപ്പാനെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റും. ഉപ്പ അച്ചാറിടുന്ന ടൈമിൽ ഞാൻ വേഗം പോയിട്ട് ഇതുപോലെ ഷൂട്ടാക്കിയിട്ട് എടുക്കുന്നുള്ളത്. അതുകൊണ്ട് വീഡിയോസിൽ കുറച്ച് ക്ലാരിറ്റിയെല്ലാം കുറവുണ്ട് കേട്ടോ. പിന്നെ ഇതിനായിട്ട് വേണ്ടത് ഗാർലിക്ക്, വെളുത്തുള്ളി. അപ്പോൾ അതിനായിട്ട് ഒരു 10-20 പീസോളം വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് തൊലി കളഞ്ഞിട്ട് എടുക്കണം. ചിലത് ചെറുങ്ങനെ തൊലി ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനും അതേപോലെ ഒന്ന് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫോയിൽ പേപ്പറിൽ വെച്ചിട്ട് ഒന്ന് ക്രഷ് ആക്കിയിട്ട് എടുക്കാം. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ക്രഷ് ആക്കിയിട്ട് എടുത്താലായി. അപ്പോൾ ഇതിനെ അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ എനിക്ക് വേണ്ടിയ മസാലപ്പൊടികൾ ഇനി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു 4 ടേബിൾ സ്പൂണിൻ്റെ അത്ര മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഹോം മെയ്ഡ് മുളക് പൊടി. പിന്നെ മാങ്ങൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് മുളക് പൊടിയിൽ മാറ്റം വരുത്താം. പിന്നെ 1 ടീസ്പൂണിൻ്റെ അത്ര ചെറിയ ജീരകം, പിന്നെ ചുവന്ന മുളക്, ഡ്രൈ റെഡ് ചില്ലീസ് വേണം. അതൊരു 4 ചില്ലിനെ ഇതുപോലെ പീസാക്കിയിട്ട് എടുത്താലായി. പിന്നെ 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉറുദാലും കൂടി വേണം. അപ്പോൾ അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ഒരു 1/2 കപ്പോളം എണ്ണ ചൂടാവാനായിട്ട് വെക്കുക. അപ്പോൾ ഫസ്റ്റ് എണ്ണയിലേക്ക് ഡ്രൈ റെഡ് ചില്ലീസ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയമിൽ വെച്ചാൽ മതി. അപ്പോൾ എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ മുളക് ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് കുറച്ച് കടുവും പിന്നെ അതേപോലെ ഉഴുന്നും ഇട്ടുകൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതേ സമയത്ത് ജീരക ഇട്ടുകൊടുത്താൽ മതി. അപ്പോൾ ജീരക ലാസ്റ്റിൽ വേണമെങ്കിൽ ലാസ്റ്റിലും ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഈ സമയത്ത് തന്നെ ജീരകവും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് പൊട്ടുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നേരത്തെ ക്രഷ് ആക്കിയിട്ട് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. തീ ലോ ഫ്ലെയിം ആക്കിയിട്ടായിട്ട് ഇതുപോലെ ആക്കിയാലായി. പിന്നെ ഇതിലേക്ക് പൊടിച്ച ഈ മസ്റ്റർഡ് സീഡ്സും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ചില മസാലപ്പൊടികൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിട്ടില്ല, അത് ഉപ്പ് ആക്കുന്ന ടൈമിൽ ഓരോന്ന് എടുത്തിട്ട് ഇടുന്നുള്ളത്. അപ്പോൾ ഇനി നല്ലോണം ഇതിന് മിക്സാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വിനീഗർ, വൈറ്റ് വിനീഗർ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കണം. പിന്നെ ഇതിൽ കുറച്ച് വിനീഗറും എണ്ണയും ജാസ്തി ആയാൽ ഫംഗസ് വരില്ല. അപ്പോൾ അത് ജാസ്തി ആയാൽ പ്രശ്നമൊന്നുമില്ല എന്നാണ് ഉപ്പ പറയുന്നുള്ളത്. അപ്പോൾ ഇത് നല്ലോണം ഇനി മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയിൽ 1 ടീസ്പൂൺ ഈ ചെറിയ ജീരക ഒന്ന് വറുത്തെടുത്തിട്ട് ഈ മിക്സിലേക്ക് ഇതിനെ ഇട്ട് കൊടുക്കുക. ഇത് സ്റ്റാർട്ടിങ്ങിലേ വേണമെങ്കിൽ മറ്റേ കടു പൊട്ടിക്കുന്ന സമയത്ത് ഈ ജീരക അതിലിട്ടാലും പ്രശ്നമില്ല. അപ്പോൾ ഇതിനെ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സാക്കാം. അപ്പം മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഉപ്പിലിട്ട് വെച്ച മാങ്ങാനെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ചെറിയ പാത്രമായതുകൊണ്ട് കംപ്ലീറ്റ് മാങ്ങ ഇതിലേക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ ഒരു 1/4 ഭാഗം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. പിന്നെ ഇതിൽ കാണുന്നില്ല ഈ വെള്ളം, അങ്ങനെ വെള്ളം ഒഴിച്ചതെന്നല്ല, മാങ്ങ ഉപ്പിൽ കലങ്ങിയിട്ടാകുമ്പോൾ ആയ വെള്ളം ഇത്. അപ്പോൾ ഇതിനെ നല്ലോണം ഇനി മിക്സാക്കിയിട്ട് ഇനി ഇതിനെ ഈ കുപ്പിയിലേക്ക് ഇടാം. അപ്പോൾ താഴെ കുറച്ച് മാങ്ങ ഉണ്ടതിനെ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഹോം മെയ്ഡ് റെസിപ്പി. ഒരു സാധനവും പുറത്തുനിന്ന് റെഡിമെയ്ഡ് ആയിട്ടുള്ളതൊന്നും ഇതിൽ യൂസ് ആക്കിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കണം. സൂപ്പർ ടേസ്റ്റ് ഇത്. അപ്പോൾ നമ്മൾ അച്ചാർ റെഡിയായിന്. ഇനി ഇതിനെ നല്ല പാങ്ങൽ ക്ലോസ് ആക്കിയിട്ട് ഒരു 2-3 ദിവസമായിട്ട് യൂസ് ആക്കിയാൽ മതി. അപ്പം നല്ലോണം മസാലയെല്ലാം നല്ല പാങ്ങൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെ കവറാക്കിയിട്ട് നീറ്റായിട്ട് കവറാക്കിയിട്ട് ക്ലോസ് ആക്കിയിട്ട് വെക്കുക. ഇല്ലെങ്കിൽ ഫംഗസ് വരും. ഇനി ഫംഗസ് വന്നെങ്കിൽ ആ മാങ്ങൻ്റെ മുകളിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് അതിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് അതിൽ ഒഴിച്ചു കൊടുത്താൽ ഫംഗസ് വരില്ല എന്ന് ഉപ്പ പറയുന്നുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ റെസിപ്പി ട്രൈ ആക്കി നോക്കണം. ട്രൈ ആക്കിയാൽ എന്തായാലും നിങ്ങൾ പിന്നെയും ഇത് ആക്കും, ഞാൻ ഉറപ്പ് പറയുന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആക്കാനും ഷെയർ ആക്കാനും മറക്കണ്ട. പിന്നെ ഇതുവരെ ഈ വീഡിയോ നോക്കിയിട്ട് സബ്സ്ക്രൈബ് ആക്കാത്ത ആളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കണവാ. അപ്പോൾ ഇനി നെക്സ്റ്റത്തെ വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.